ഹലോ, സൈലം ബി എസ് സിയുടെ മറ്റൊരു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് HSA മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് അവസാനത്തെ 3 മൊഡ്യൂളുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് HSA എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ക്ലാസ്സിൽ പറയാം. അപ്പോൾ നോക്കാം, സ്റ്റാറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുള്ള അല്ലെങ്കിൽ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സ്റ്റാറ്റിയിൽ നിന്ന് വരിക. അപ്പോൾ ചോദ്യങ്ങളുടെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് സ്റ്റാറ്റി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. സ്വാഭാവികമായിട്ടും BSc മാത്തമാറ്റിക്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രശ്നമാവാറുണ്ട്. അവരതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടച്ചുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഈവൻ ഡിഗ്രിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മെയിനായിട്ട് ഉപയോഗിക്കുക. നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദ്യം വരിക എന്ന് വെച്ചാൽ, +1 സ്റ്റാറ്റിസ്റ്റിക്സുകാരുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ മലയാളം വേർഷൻസ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് HSAക്ക്. അപ്പോൾ 1-2 ചോദ്യങ്ങൾ നോക്കാം. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇത് 2016 HSA മാത്തമാറ്റിക്സിൻ്റെ റെഗുലർ എക്സാമിനേഷന് ചോദിച്ചതായിരുന്നു. ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മറക്കണ്ട, അയാളുടെ പേര് R.A. ഫിഷർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആധുനിക സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? R.A. ഫിഷർ ആണ്. ആ പേര് ഓർത്തു വെക്കുക. മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള പേരെന്ന് പറയുന്നത് അയാളാണ്. ഇതിനോടുകൂടെ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. ഇന്ത്യൻ സാംഖ്യിക ശാസ്ത്രത്തിൻ്റെ പിതാവ്. സാംഖ്യിക ശാസ്ത്രം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന് മലയാളത്തിൽ പറയുന്നൊരു പേരാണ്. ഓക്കെ, ഇന്ത്യൻ സാംഖ്യിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ്. അയാളുടെ പേരും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. PC മഹലനോബിസ് എന്ന് പറയുന്ന ആളാണ് അയാളുടെ പേര് വരുന്നത്. ഈ 2 ആളുകൾ മെയിനായിട്ട് നിങ്ങൾ ഓർത്തു വെക്കണം. മോഡേൺ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് R.A. ഫിഷർ ആണ്. അത് 2016 HSA മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഇനി വേണമെങ്കിൽ കാണാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സാംഖ്യിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. റെഡി, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഏത് സമൂഹത്തിൽ നിന്നാണോ ആ സമൂഹത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ A പോപ്പുലേഷൻ, ഓപ്ഷൻ B സാമ്പിൾ, ഓപ്ഷൻ C യൂണിറ്റ്, ഓപ്ഷൻ D സ്ട്രാറ്റ. അപ്പം ഇതെന്താണെന്ന് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ നിങ്ങൾക്കറിയണം. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ മുതൽ പഠിക്കുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിലും അല്ലെങ്കിൽ സ്റ്റാറ്റിയുടെ ബേസിക് ലെവലിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അന്വേഷണം എന്നറിയപ്പെടുന്നത്. അതെന്താ സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കൊരു വസ്തുക്കളെ കുറിച്ച് പഠിക്കണം, നമുക്ക് എന്തെങ്കിലും ഒരു കൂട്ടത്തെക്കുറിച്ച് പഠിക്കണം, എന്തെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ച് പഠിക്കണം. ഇപ്പം ഇന്ത്യയിലെ ഇത്രയും കോടി ജനങ്ങളുടെ സാലറിയെക്കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെ വരുമാനത്തെക്കുറിച്ച് പഠിക്കണം എന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ എയിം. അപ്പം നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആളുകളുടെ വരുമാനത്തെക്കുറിച്ച് പഠിക്കണം. ദാറ്റ്സ് അവർ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ എയിം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അന്വേഷണം നടത്തുകയാണ്. എന്താണ് അന്വേഷണം? എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ? അതൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി അല്ലെങ്കിൽ ഏവറേജ് ഒരു എന്ത് കാണണം? സാലറി കാണണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ വരുമാനം കാണണമെന്ന് വിചാരിക്കുക. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതിനു വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററെ നിയമിക്കും. അയാൾ എന്ത് ചെയ്യും? ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യുക, ഈ വിവരത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാണ് അയാൾ ആദ്യം ചെയ്യുക. ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകളുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. പിന്നീട് ചെയ്യുക, ആ കളക്ട് ചെയ്ത ഡാറ്റയെ ക്ലാസിഫിക്കേഷൻ നടത്തും.
പല ടൈപ്പിലുള്ളത് ഉണ്ടായിരിക്കും. അതിനൊന്ന് ക്ലാസിഫൈഡ് ചെയ്തും ഇത്ര ആളുകൾ ഇത്, അല്ലെങ്കിൽ കാസ്റ്റ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം, ഏതെങ്കിലും റീജിയൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം, വർഷം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്ന പരിപാടിയാണ് ടാബുലേഷൻ. ആ ഡാറ്റയെ പട്ടിക രൂപത്തിലേക്ക് മാറ്റും. അതിനുശേഷമാണ് അനാലിസിസ് ഓഫ് ഡാറ്റ വരുന്നത്. അനാലിസിസ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ പട്ടികപ്പെടുത്തിയ ഡാറ്റയെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജുകൾ, മെഷർ ഓഫ് ഡിസ്പേർഷൻ, മെഷർ ഓഫ് സ്ക്യൂനെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് ആവശ്യമുള്ളത് മാത്രം പറയാം. ഒരു സംഗതിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അതിനാദ്യം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ നിയമിക്കുന്നു. അയാൾ ആദ്യം ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യുക. ഡാറ്റ 2-3 രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകളുടെ സാലറിയെ കുറിച്ച് എനിക്ക് പഠിക്കണമെങ്കിൽ 2 രീതിയിൽ ഡാറ്റ കളക്ട് ചെയ്യാം. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആ ഇന്ത്യയിലുള്ള എത്ര കോടി ഇന്ത്യക്കാരുണ്ടോ അത്രയും ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്രയും ആളുകളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ സാലറി എത്രയാന്ന് കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ്, ഒരു കൂട്ടത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാമ്പിൾ മാത്രം എടുത്തിട്ട് അവരുടെ സാലറി പരിഗണിച്ചിട്ട് ടോട്ടൽ സാലറിയെ കുറിച്ച് അനുമാനത്തിലെത്താം. അങ്ങനെ 2 രീതി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിൽ ആദ്യത്തെ രീതിക്ക് നമ്മൾ പറയുന്ന പേരാണ് പോപ്പുലേഷൻ രീതി. രണ്ടാമത്തെ രീതിക്ക് നമ്മൾ പറയുന്ന രീതിയാണ് സാമ്പിൾ രീതി എന്ന് പറയാറുണ്ട്. അപ്പം എന്താണ് പോപ്പുലേഷൻ രീതി? നമുക്ക് ഒരു കൂട്ടത്തിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആ കൂട്ടത്തിലെ എല്ലാവരെയും നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് പഠിക്കുന്നതിനെയാണ് പോപ്പുലേഷൻ രീതി എന്ന് വിളിക്കുക. സെൻസസ് ഒക്കെ അറിയാമായിരിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് എല്ലാവരുടെയും നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നില്ല, ഒരു പെർട്ടിക്കുലർ സാമ്പിൾ മാത്രം എടുത്തിട്ട് അവരുടെ നിന്ന് ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അനുമാനത്തിലെത്തുക. അതിനെയാണ് സാമ്പിളിംഗ് രീതി എന്ന് വിളിക്കുക. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ, നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടത് ഏത് സമൂഹത്തിൽ നിന്നാണോ ആ സമൂഹത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരെന്താന്ന് ചോദിച്ചാൽ പോപ്പുലേഷൻ. ആ സമൂഹത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരെന്താണ്? പോപ്പുലേഷൻ എന്നാണ് വിളിക്കുക. ഒരു ഡെഫിനിഷനായിട്ട് ഓർത്തു വെച്ചാൽ മതി. ആദ്യ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കാണാറുള്ളത്. ഇയാളും 2016 HSA മാത്തമാറ്റിക്സിൻ്റെ എക്സാമിനേഷന് കണ്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ഓർക്കുക, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, ഒരു പട്ടികയിലെ ടേബിൾ വരികളുടെ അല്ലെങ്കിൽ ഒരു പട്ടികയിലെ ടേബിളിലെ വരികളുടെ തലക്കെട്ടുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷനിൽ ആദ്യം നമ്മൾ ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഡാറ്റ പോപ്പുലേഷൻ നിന്ന് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ സാമ്പിൾ നിന്ന് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത ഡാറ്റ ക്ലാസിഫിക്കേഷൻ നടത്തുന്നു. ക്ലാസിഫിക്കേഷൻ നടത്തിയ ഡാറ്റ ടേബിളിലേക്ക് മാറ്റുന്നു. ടേബിളുകൾ പലതരത്തിലുണ്ട്. അതിൽ ഒരു ടേബിളിൻ്റെ തലക്കെട്ടുകളെ വിളിക്കുന്ന പേരെന്താന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റെബ് ഉണ്ട്, ക്യാപ്ഷൻ ഉണ്ട്, ബോക്സ് ഹെഡ് ഉണ്ട്, ഫീൽഡ് ഉണ്ട്. 2013 HSA മാത്തമാറ്റിക്സിൻ്റെ NCA എക്സാമിനേഷന് വന്ന ചോദ്യം. അതിന് നിങ്ങൾക്ക് അറിയേണ്ടത് പട്ടികകളെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ വേണം. ടേബിളുകളെ കുറിച്ചിട്ടുള്ള ധാരണ ഞാൻ പറഞ്ഞുതരാം. പട്ടികയുടെ ഭാഗങ്ങൾ ആരൊക്കെയാന്നുള്ള കാര്യം പഠിക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പട്ടിക ഉണ്ടാവുക. മുകളിൽ പട്ടികയുടെ നമ്പർ കൊടുക്കും. ഇവിടെയാണ് പട്ടികയുടെ തലക്കെട്ട് കൊടുക്കുക. ഇവിടെയാണ് വരിയുടെ തലക്കെട്ട് കൊടുക്കുക. വരി എന്ന് പറഞ്ഞാൽ ആരാ? ഇങ്ങനെ പോകുന്ന സാധനത്തിനെയാണ് വരികൾ എന്ന് വിളിക്കുക. റോകൾ എന്ന് പറയും. വരികളുടെ തലക്കെട്ട് A1, A2 എക്സെട്ര AM ഇതൊക്കെ വരികളാണ്. വരികളുടെ തലക്കെട്ടുകളാണ് ഇവിടെ കൊടുക്കുക. ഇനി നിരകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കുത്തനെ പോകുന്നതിനെയാണ് നിരകൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കോളം എന്ന് വിളിക്കുക. ഈ പോകുന്ന ആളങ്ങളാണ് കോളം. B1, B2, B3 എക്സെട്ര BN, അതാണ് കോളം. കോളങ്ങളെ നിരകൾ എന്നാ വിളിക്കുക. നിരകളുടെ തലക്കെട്ടാണ് ഇവിടെ കൊടുക്കുക. ഓരോന്നും കൊടുക്കേണ്ട പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിരകളുടെ തലക്കെട്ട് അവിടെ കൊടുക്കും. ഇവിടെയാണ് ഉള്ളടക്കം കൊടുക്കുക, ബോഡി. ഇവിടെയാണ് അടിക്കുറിപ്പ് എഴുതുക. ഇവിടെയാണ് ഉറവിട വിവരങ്ങൾ അല്ലെങ്കിൽ സോഴ്സ് നോട്ട് എന്ന് എഴുതുക. അവസാനം ഒരു തലക്കുറിപ്പും വേണം. ഇതാണ് ടോട്ടൽ ഒരു പട്ടികയുടെ രൂപങ്ങൾ. അതിൻ്റെ ഇംഗ്ലീഷ് പേരുകൾ ഒന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ വരാം. പട്ടിക നമ്പർ ഒന്നാമത്തേത് ടേബിൾ നമ്പർ എന്ന് വിളിക്കും. പട്ടികയുടെ തലക്കെട്ട് അതാണ് രണ്ടാമത്തെ ആള് ടൈറ്റിൽ എന്ന് വിളിക്കും. നിരയുടെ തലക്കെട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപ്ഷൻ എന്നാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക. ഒരു പട്ടികയിലെ
കോളത്തിന്റെ ഹെഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാപ്ഷൻസ് എന്നാണ്, നിരയുടെ തലക്കെട്ട് എന്നാണ്. രണ്ടാമത്തത് വരിയുടെ തലക്കെട്ട് റോകളുടെ ഹെഡിങ്ങിനെ വിളിക്കുന്ന പേര് സ്റ്റെപ്സ് എന്നാണ്. ഇയാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഉള്ളിലുള്ള ഉള്ളടക്കം അതിനെ നമ്മൾ വിളിക്കുക ബോഡി എന്നാണ്. തലക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഹെഡ് നോട്ട്, അത് ഏറ്റവും താഴെയായിട്ട് എഴുതുന്നതാണ്. അടിക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ ഫൂട്ട് നോട്ട്, ഇവിടെ എഴുതുന്നതാണ്. ഉറവിടക്കുറിപ്പ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. സോഴ്സ് നോട്ടാണ്. എന്ത് സോഴ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തത്, അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ചിലവർക്ക് കത്താത്തത് തലക്കുറിപ്പും അടിക്കുറിപ്പും എന്താണെന്നായിരിക്കും. അത് ഞാൻ ഇവിടെ വിശദമായിട്ട് പറയാം. തലക്കുറിപ്പ് ഹെഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടികയുടെ തലക്കെട്ടിന് താഴെയായിട്ട് തലക്കെട്ടിൽ സൂചിപ്പിച്ചില്ലാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വിവരങ്ങൾ ചേർക്കാറുണ്ട്. ഇവ പലപ്പോഴും ഉള്ളടക്കത്തിലെ വിലകളുടെ യൂണിറ്റുകളെ പ്രതിപാദിക്കുന്നതോ മറ്റെന്തെങ്കിലും പ്രത്യേകതകളെ സൂചിപ്പിക്കുന്നവയോ ആയിരിക്കും. അതിനെയാണ് തലക്കുറിപ്പ് എന്ന് പറയുക. അവസാനം ഇപ്പോൾ ഉള്ളടക്കത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹൈറ്റുകളാണെന്ന് വിചാരിക്കുക. അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് കൊടുത്തതെന്ന് ലാസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതി വെക്കും, ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ. ഇതൊരു തലക്കുറിപ്പായിട്ട് പറയും. അതായത് ഉള്ളടക്കത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് യൂണിറ്റുകളോ അല്ലെങ്കിൽ തലക്കെട്ടിൽ കൊടുക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തലക്കുറിപ്പിൽ അവസാനം ചേർത്ത് വെക്കുക. ഇനി എന്താ അടിക്കുറിപ്പ്, ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു പട്ടികയുടെ അടിയിലായി നിൽക്കുന്ന ചില അധിക വിവരങ്ങളാണ് അടിക്കുറിപ്പുകൾ. പട്ടികയുടെ തലക്കെട്ടിലും നിരകളുടെയോ വരികളുടെയോ തലക്കെട്ടുകളിലും എന്തെങ്കിലും അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അവ അടിക്കുറിപ്പിൽ എഴുതി പരിഹരിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് പട്ടികയുടെ ഭാഗങ്ങളിൽ വരുന്നത്. അപ്പോൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ടേബിൾ നമ്പർ, അതൊക്കെ ആ പേരിൽ തന്നെ കിട്ടും അല്ലേ. പട്ടിക നമ്പർ, ടേബിൾ നമ്പർ ഏറ്റവും മുകളിൽ കൊടുക്കുക. താഴെ പട്ടികയുടെ തലക്കെട്ട്, ടൈറ്റിൽ, പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കുക. നിരയുടെ തലക്കെട്ട്, അതായത് കോളത്തിന്റെ ഹെഡിങ് അറിയപ്പെടുന്നത് ക്യാപ്ഷൻസ് എന്ന. വരികളുടെ തലക്കെട്ട്, അതായത് റോകളുടെ കോളങ്ങൾ അല്ലെങ്കിൽ റോകളുടെ ഹെഡിങ് അറിയപ്പെടുന്നത് സ്റ്റെപ്സ് എന്നാണ്. വരികളുടെ തലക്കെട്ട് സ്റ്റെപ്സ് എന്നാണ് അറിയപ്പെടുക. ഉള്ളടക്കം ബോഡി എന്നാണ് അറിയപ്പെടുന്നത്. തലക്കുറിപ്പ് ഹെഡ് നോട്ട് എന്താന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അടിക്കുറിപ്പ് ഫുട് നോട്ട് എന്താന്ന് പറഞ്ഞു. ഉറവിടക്കുറിപ്പ് സോഴ്സ് നോട്ട് എന്താന്നുള്ള കാര്യം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇത്രയാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ചോദ്യം ചെയ്യാലോ. ഒരു പട്ടികയിലെ വരികളുടെ തലക്കെട്ടുകളെ വിളിക്കുന്ന പേര്, റോന്റെ ഹെഡിങ്ങിനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റെപ്പ് എന്നാണ് വിളിക്കുക. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 2023 HSAയുടെ മാത്തമാറ്റിക്സിന്റെ NCA ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മുമ്പോട്ട് പോവാം. അടുത്ത ചോദ്യം. 100 വിലകളുടെ ആപേക്ഷികാവർത്തി പട്ടിക റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ നിർമ്മിച്ചു. അതിൽ 5ാമത്തെ വിലയുടെ ആപേക്ഷികാവർത്തി 0.1 ആയാൽ അതിൻ്റെ ആവർത്തി എത്രയാണ്? അപ്പൊ 100 വിലകളുടെ ആപേക്ഷികാവർത്തി പട്ടിക റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കി. അതിൽ 5ാമത്തെ വിലയുടെ ആപേക്ഷികാവർത്തി റിലേറ്റീവ് ഫ്രീക്വൻസി 0.1 ആയാൽ അതിൻ്റെ ആവർത്തി ഫ്രീക്വൻസി എത്രയാണ്? അതിന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ആപേക്ഷികാവർത്തി പട്ടിക എന്താണെന്ന് അറിയണം, ആവർത്തി എന്താണെന്ന് അറിയണം. പറയാം, തുടങ്ങാം. ഒരു ഫ്രീക്വൻസി ടേബിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രീക്വൻസി ടേബിളുകൾ പല രീതിയിൽ എഴുതാം. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, റോ ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടൈപ്പ് ടേബിളുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഫ്രീക്വൻസി ടേബിൾ അതായത് ഒരു സൈഡിൽ അതിൻ്റെ വിലകളും രണ്ടാമത്തെ സൈഡിൽ അത് എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ ഫ്രീക്വൻസി എഴുതുന്ന രീതിയിലുള്ള ടേബിളുകളെയാണ് നമ്മൾ റിലേറ്റീവ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിക്കും. അതിൽ തന്നെ റിലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ ആപേക്ഷികാവർത്തി, റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയെ ടോട്ടൽ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ആപേക്ഷികാവർത്തി. അപ്പൊ നോക്ക്, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ ശരിക്കും ഇത് അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, ഒരു ഹൗസിംഗ് കോളനിയിലെ ഓരോ വീട്ടിലെയും കുടുംബാംഗങ്ങളുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. 1ാമത്തെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ 2 കുടുംബാംഗങ്ങളുടെ എണ്ണം 2 ഉള്ള 2 വീടുണ്ട്. കുടുംബാംഗങ്ങളുടെ എണ്ണം 3 ഉള്ള 6 വീടുണ്ട്. കുടുംബാംഗങ്ങളുടെ എണ്ണം 4 ഉള്ള 9 വീടുണ്ട്. കുടുംബാംഗങ്ങളുടെ എണ്ണം 5 ഉള്ള 14 വീടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ആവർത്തി പട്ടിക ഫ്രീക്വൻസി ടേബിൾ. ഇനി എന്താ ആപേക്ഷികാവർത്തി റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? ഓരോ ഫ്രീക്വൻസിയെയും
n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് ആകെ ആവർത്തി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഒന്നാമത്തതിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി ആരാ? ടോട്ടൽ ആവർത്തികളുടെ തുക എന്ന് പറയുന്നത് 60. അപ്പൊ ഒന്നാമത്തെ റിലേറ്റീവ് ഫ്രീക്വൻസി 2/60 0.03. രണ്ടാമത്തെ വിലയുടെ റിലേറ്റീവ് ഫ്രീക്വൻസി ആപേക്ഷിക ആവർത്തി എത്രയാ? 6/60 0.10. മൂന്നാമത്തെ വിലയുടെ ആപേക്ഷിക ആവർത്തി റിലേറ്റീവ് ഫ്രീക്വൻസി എത്രയാ? 9/60 0.15. അപ്പൊ ഇത്ര നിങ്ങൾ മനസ്സിലാക്കുക. റിലേറ്റീവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആപേക്ഷിക ആവർത്തി കാണാനുള്ള ഇക്വേഷൻ F/n ആണ്. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ എണ്ണം അല്ലെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസിയുടെ തുക അല്ലെങ്കിൽ ടോട്ടൽ എണ്ണം എന്നൊക്കെ പറയാം. ഇനി ചോദ്യത്തിലേക്ക് വരാം. 100 വിലകളുടെ ആപേക്ഷിക ആവർത്തി പട്ടിക. അപ്പൊ ടോട്ടൽ എണ്ണം n എന്ന് പറയുന്നത് അവിടെ 100. അത് നിർമ്മിച്ചപ്പോൾ അഞ്ചാമത്തെ വിലയുടെ ആപേക്ഷിക ആവർത്തി, ഏതോ ഒരു വിലയുടെ റിലേറ്റീവ് ഫ്രീക്വൻസി ആപേക്ഷിക ആവർത്തി കിട്ടിയിട്ടുണ്ട് 0.1. എന്നാൽ അതിന്റെ ആവർത്തി ഫ്രീക്വൻസി എത്രയാന്ന് എഴുതി നോക്കാം. റിലേറ്റീവ് ഫ്രീക്വൻസി എഴുതാൻ നമുക്കറിയാം F/n ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.1. F എന്ന് പറഞ്ഞാൽ എത്രയാന്ന് അറിയില്ല, അത് നമുക്ക് കണ്ടെത്തണം. n എന്ന് പറഞ്ഞാൽ 100 ആണ്, ഈക്വൽ ടു 0.1. Therefore F എന്ന് പറഞ്ഞാൽ ഹരിക്കണം 100 അങ്ങോട്ട് പോകുമ്പോൾ 0.1 ഗുണിക്കണം 100 എന്ന് കിട്ടും. 0.1നെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാ കിട്ടുക? 10 എന്നാ കിട്ടുക. Therefore ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് മെത്തേഡ്. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് അറിയേണ്ടത് ഒരു ഐഡിയ മാത്രം. എന്താ? ആപേക്ഷിക ആവർത്തി റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഡാറ്റയിലെ ഒരു വിലയുടെ ആപേക്ഷിക ആവർത്തി റിലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കാണുക? F/n ചെയ്താൽ മതി. F എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി ആവർത്തി, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആകെ എണ്ണം, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആകെ എണ്ണം. അത് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. ഇത് മനസ്സിലാകാൻ ഒരു ചോദ്യം കൂടെ നമുക്ക് അതുപോലെ ചെയ്തു നോക്കാം. ശ്രദ്ധിച്ചോ. 120 വിലകളുടെ ആപേക്ഷിക ആവർത്തി പട്ടിക നിർമ്മിച്ചു. അപ്പൊ n എന്ന് പറയുന്നത് 120. അതിൽ അഞ്ചാമത്തെ വിലയുടെ ആപേക്ഷിക ആവർത്തി ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 0.1. ആപേക്ഷിക ആവർത്തി തന്നിട്ടുണ്ട്, റിലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 0.1. നമ്മളോട് ചോദിച്ചത് അഞ്ചാമത്തെ വിലയുടെ ആവർത്തി എത്രയാ? അഞ്ചാമത്തെ വിലയുടെ ഫ്രീക്വൻസി കണ്ടെത്തണം, F കണ്ടെത്തണം. നമുക്കറിയാം റിലേറ്റീവ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F/n ആണ്. അതെത്രയാ? 0.1. F/n എന്ന് പറഞ്ഞാൽ 120 ആണ്, വിച്ച് ഈസ് 0.1. Therefore F എന്ന് പറഞ്ഞാൽ 0.1 ഗുണിക്കണം 120 എന്നാ കിട്ടുക. ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുക 12 എന്നാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം ഓക്കെ ആണോ, സെറ്റ് ആണോ? ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ടൈപ്പ് ചോദ്യത്തിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോ. 10, 14, 15, 19, 20, 24 എന്നിങ്ങനെയാണ് ഒരു ആവർത്തി പട്ടികയിലെ ഫ്രീക്വൻസി ടേബിളിലെ ക്ലാസുകൾ. എങ്കിൽ 15, 19 എന്ന ക്ലാസിന്റെ അന്തരം, ക്ലാസ് വിഡ്ത്ത് എത്രയാണ് എന്ന് പറയണം. 4.5 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 5.5 ഉണ്ട്. ഏതാന്നുള്ള കാര്യം എന്ത് ചെയ്യണം? പറയണം. നോക്കാം അതിനിത് എന്ത് ടൈപ്പ് ടേബിളാ, ഇതിന്റെ ബന്ധങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. നമുക്കറിയാം ഇതിനെ നമ്മൾ വിളിക്കുക തുടർ ആവർത്തി പട്ടിക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാ. ഇങ്ങനെ ഇന്റർവെല്ലുകളാക്കി എഴുതുന്ന ടേബിളിനെ നമ്മൾ വിളിക്കുക കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തുടർ ആവർത്തി പട്ടിക എന്ന് എഴുതുക. ഇതിന്റെ മീനിങ് എന്താ? 110ന്റെയും 120യുടെയും ഇടയിൽ ഹൈറ്റ് ഉള്ള 4 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. 120യുടെയും 130യുടെയും ഇടയിൽ ഹൈറ്റ് ഉള്ള 11 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. 130യുടെയും 140യുടെയും ഇടയിൽ ഹൈറ്റ് ഉള്ള 15 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. ഇങ്ങനെ ഇടയിലായിട്ട് എഴുതുന്ന, ഇന്റർവെൽ ആയിട്ട് എഴുതുന്ന ഡാറ്റകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ തുടർ ആവർത്തി പട്ടിക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഇന്റർവെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസുകൾ. ഇതാണ് ഇവിടുത്തെ ഒന്നാമത്തെ ക്ലാസ്, ഇയാൾ രണ്ടാമത്തെ ക്ലാസ്, ഇയാൾ മൂന്നാമത്തെ ക്ലാസ്. ഈ ക്ലാസിന്റെ അകലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാസ് വിഡ്ത്ത്. ഓക്കെ, ക്ലാസ് വിഡ്ത്ത്, ക്ലാസ് അകലം എന്ന് വിളിക്കും. അതായത് 110 മുതൽ 120 വരെ എത്രയാ ഉള്ളത്? 10 ഉള്ളത്. അപ്പൊ ക്ലാസ് വിഡ്ത്ത് എത്രയാ? 10. ഇതാണ് ഐഡിയ.
ഇതിൽ തന്നെ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ 2 രീതിയിൽ ഉണ്ടാവാറുണ്ട്, തുടർ ആവർത്തി പട്ടിക 2 രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഏതൊക്കെയാ നോക്കുക? കേവല ക്ലാസ്സുകളുള്ള ആവർത്തി പട്ടികയും ഉൾച്ചേർക്കൽ ക്ലാസ്സുകളുള്ള ആവർത്തി പട്ടികയും. എന്താ കേവല ക്ലാസ്സുകളുള്ള ആവർത്തി പട്ടിക, എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളുള്ള ആവർത്തി പട്ടിക എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ ഉയർന്ന പരിധി തൊട്ടടുത്ത ക്ലാസിന്റെ താഴ്ന്ന പരിധിക്ക് തുല്യമാകുന്ന രീതിയിലുള്ള വർഗീകരണമാണ് കേവല വർഗീകരണം. കേവല വർഗീകരണത്തിൽ ഓരോ ക്ലാസ്സിലെയും ഉയർന്ന പരിധി ആ ക്ലാസ്സിൽ പെടുകയില്ല. നോക്കിക്കോ, ഈ ടൈപ്പിലുള്ള കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്ക്ലൂസീവ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുക കേവല ക്ലാസ്സുകളുള്ള തുടർ ആവർത്തി പട്ടിക. എന്താ കേവല ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ? അവിടുത്തെ ക്ലാസ്സുകൾ നോക്ക്. ആദ്യത്തെ ക്ലാസിന്റെ അവസാനത്തെ അക്കം 35, അത് തന്നെയായിരിക്കും തൊട്ടടുത്തതിന്റെ ആദ്യത്തെ അക്കം 35. രണ്ടാമത്തെ ക്ലാസിന്റെ അവസാനത്തെ അക്കം 40, അത് തന്നെയായിരിക്കും മൂന്നാമത്തെ ക്ലാസിന്റെ ആദ്യത്തെ അക്കം 40. ഇങ്ങനെ തൊട്ട് പോകുന്ന ക്ലാസ്സുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ, കേവല ക്ലാസ്സുകൾ. ഒരു എക്സ്ക്ലൂസീവ് ക്ലാസ്സുകളിൽ അതിൻ്റെ അറ്റത്തുള്ള സംഖ്യയെ പരിഗണിക്കൂല. അതായത് 30 മുതൽ 35 വരെയുള്ള വാല്യൂ എന്നല്ല അതിനർത്ഥം. 30, 31, 32, 33, 34 വരെ വരാം. 35 അതിൽ പെടൂല. 35 അടുത്ത ക്ലാസ്സിലാണ് പെടുക. 40 ഈ രണ്ടാമത്തെ ക്ലാസ്സിലല്ല പെടുക, 40 മൂന്നാമത്തെ ക്ലാസ്സിലാണ്. 45 മൂന്നാമത്തെ ക്ലാസ്സിലല്ല പെടുക, 4ാമത്തെ ക്ലാസ്സിലാണ്. അപ്പോൾ ഒരു കേവല ക്ലാസിഫിക്കേഷനിൽ, എക്സ്ക്ലൂസീവ് ക്ലാസിഫിക്കേഷനിൽ അറ്റത്തുള്ള സംഖ്യകൾ ആ ക്ലാസ്സിൽ പെടൂല. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആരാ? ഉൾച്ചേർക്കൽ ക്ലാസ്സുകളുള്ള വർഗീകരണം. ഉൾച്ചേർക്കൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ്. നേരെ തിരിച്ചു വരിക. അതായത് ഇവിടെ 19, അത് കഴിഞ്ഞ ഇവിടെ 19 അല്ല, വേറൊരു നമ്പറാ 20. ഇവിടെ 29, അത് കഴിഞ്ഞ അവിടെ 29 അല്ല 30 വരുന്നത്. ഇങ്ങനെ വരുന്ന ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഉൾച്ചേർക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്ത് വിളിക്കുക? ഉൾച്ചേർക്കൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ്സുകൾ എന്ന് വിളിക്കുക. ഈ ഒരാശയം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ മെയിനായിട്ട് കാര്യം നോക്കേണ്ടത് ആ ക്ലാസ്സുകൾ എല്ലാവരും ഉൾപ്പെടും, ആരും ഒഴിവാക്കേണ്ട. മറ്റേതിലെ പോലെ അറ്റത്തുള്ള ആളെന്നെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എല്ലാവരും വരും. 10 മുതൽ 19 വരെയുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിലുള്ളതാണ്. 20 മുതൽ 29 വരെയുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ 2 കാര്യം ഓർത്ത് വെക്കുക. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടേബിളിൽ തരുന്നതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, തുടർ ആവർത്തി പട്ടിക എന്ന് പറയുക. അത് 2 രീതിയിലുണ്ട് മക്കളെ. ഏതൊക്കെയാ? കേവല ക്ലാസ്സുകൾ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ക്ലാസ്സുകൾ. രണ്ടാമത്തത് ഏതായിരുന്നു? ഉൾച്ചേർക്കൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ക്ലാസ്സുകൾ. കേവല ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കണം, ആദ്യത്തേതിൻ്റെ അവസാനത്തെ ആളായിരിക്കും രണ്ടാമത്തേതിൻ്റെ ആദ്യത്തെ ആള്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് അറ്റത്തുള്ള ആള് അതിൽ പെടൂല, അയാളെ പരിഗണിക്കൂല. ഓക്കെ, ഉൾച്ചേർക്കൽ ക്ലാസിഫിക്കേഷനിൽ എന്തായിരിക്കും? അങ്ങനെ ആവില്ല വരിക. 2 ആളുകളും ആ ക്ലാസ്സിലുള്ള ആളുകൾ തന്നെയായിരിക്കും. ഇനി ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് എഴുതാം, ശ്രദ്ധിച്ചോ. ഇവിടെ തന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാ: 10 to 14, 15 to 19, 20 to 21. ഇതാ ക്ലാസ്. അപ്പൊ തന്നെ മനസ്സിലായി ഇയാള് എക്സ്ക്ലൂസീവ് അല്ല. ഇയാൾ ആരാണ്? ഇൻക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ് ആണെങ്കിൽ 14 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും 14, 19 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും 19 വരിക. അപ്പൊ ഇൻക്ലൂസീവിന്റെ കേസിൽ ഈ ക്ലാസ്സിലെ എല്ലാവരെയും ആ ക്ലാസ്സിൽ പരിഗണിക്കും. അപ്പൊ ആ ക്ലാസ്സിന്റെ അന്തരം, ക്ലാസ് വിടുത്ത് എത്രയാ? 10 വരും, 11 വരും, 12 വരും, 13 വരും, 14 വരും. എത്ര എണ്ണം വരും? 5 എണ്ണം വരും. അപ്പൊ എത്രയാ ആൻസർ കിട്ടുക? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ക്ലാസ് ഇങ്ങനെയാണെങ്കിലോ? ഇതാണ് അതിൻ്റെ ഐഡിയ വരുന്നത് കേട്ടോ. ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അതിൽ കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ 10 to 14 വരെ വരികയാണെങ്കിൽ അവിടുത്തെ ക്ലാസ് വിടുത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5 വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ രീതിയിലാണ് HSAക്ക് പ്രീവിയസ് ഇയറിൽ എന്ത് ചോദിച്ചിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ സ്റ്റാറ്റിയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരിക്കുക കുറേ കാൽക്കുലേറ്റർ എടുത്തിട്ട് പ്രോബ്ലങ്ങൾ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇവിടെ നമുക്ക് MCQ ക്വസ്റ്റ്യൻസിന് കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആലോചിക്കുക, മോസ്റ്റ് കോമൺ ആയിട്ട് തിയറി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് വരിക. അങ്ങനെയുള്ള ടൈപ്പിൽ വേണം നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ടും. വെറുതെ എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്താണോ പഠിച്ചു വെക്കാനുള്ളത് അതനുസരിച്ച് മാത്രം പഠിച്ചു വെക്കുക. കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം നമ്മളിന്ന് നിർത്തുന്നു. താങ്ക് യു.